നമസ്കാരം, നാഗുശ്രീയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇതേപോലെ ഒരു സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അത് ഡാവിഞ്ചിയിൽ പ്രീസെറ്റ് ആയിട്ട് വരുന്നില്ല, അപ്പോൾ നമ്മൾ മാനുവലി ചെയ്യണം അല്ലേ. സിമ്പിളാണ്. ഇതേപോലെ ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് വരുന്ന സമയത്ത് വേറൊരു കളർ ഗ്രേഡിംഗ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഇത് ചെയ്യുന്നത്. നമ്മൾ ചെയ്ത എഫക്റ്റിൻ്റെ ആഫ്റ്റർ ബിഫോർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ക്ലിപ്പ് ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാണ്. എന്നെ ഇതിനെ ഒന്ന് കോപ്പി ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ കോപ്പി ഈ ബേസിക് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ വെബ്സൈറ്റിലെ ലിങ്ക് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ എഡിറ്റിംഗ് ഡെസ്ക് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അതിൻ്റെ അതിൽ ഡാവിഞ്ചി റിസോൾവിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഡാവിഞ്ചിയുടെ പേജിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് എങ്ങനെയാണ്, വിൻഡോസിലാണെങ്കിൽ ആൾട്ട്, മാക്കിലാണെങ്കിൽ ഓപ്ഷൻ കീ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് മേലോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ ആയില്ലേ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, നേരെ കളർ ടാബിലേക്ക് പോവുകയാണ്. കളർ ടാബിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മുകളിലെ ലെയറിലായിരിക്കും സെലക്ഷൻ ഉണ്ടാവുക. ഒരു ചുവന്ന മാർക്ക് ഉണ്ടാവുക ഇതിൽ കണ്ടാവും. ഇത് തൊട്ട് താഴെയുള്ള ലെയർ ഇതാണ്. അത് ലെയറായിട്ട് കാണുന്നില്ല, ഇവിടെ ടൈം ലൈൻ ഓഫ് ആയിരിക്കും. ടൈം ലൈൻ ഓൺ ആക്കി ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, ഈ താഴെയുള്ള ക്ലിപ്പ് ഇതാണ് അല്ലേ. ആ ക്ലിപ്പിന് ഞാനൊന്ന് കളർ ഗ്രേഡ് ചെയ്യാൻ പോണേ. വേറെ ഒന്നുമല്ല, ഒരു ഓറഞ്ച് ആൻഡ് ടീൽ എന്ന് പറഞ്ഞൊരു ഗ്രേഡ് ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാണ്. അതും നിങ്ങൾ ഡിഫോൾട്ടായിട്ട് നോക്കണ്ട, കാണൂല. കാര്യം നമ്മൾ ചെയ്തൊരു എഫക്റ്റാണ്. അതിൻ്റെ വീഡിയോ ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ ഒരു എഫക്റ്റ് ഇവിടേക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു എഫക്റ്റാണ് ഈ ടീൽ ആൻഡ് ഓറഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ട, ഈ ഒരു എഫക്റ്റാണ് നല്ല ഭംഗിയുള്ളൊരു എഫക്റ്റാണ്. അപ്പോൾ ഞാൻ വീണ്ടും ടൈം ലൈനിലേക്ക് തിരിച്ച് വരികയാണ്, എഡിറ്റിംഗ് പേജിലേക്ക് കേട്ടോ. ടൈം ലൈൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എഡിറ്റ് പേജാണ്. അവിടേക്ക് തിരിച്ച് വന്നു. പിന്നെ എന്താ ചെയ്യാൻ പോണേ, ഈ ഒരു ക്ലിപ്പിൽ മുകളിലത്തെ ക്ലിപ്പിൽ മാത്രം ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇൻസ്പെക്ടറിൽ വരിക. ഇൻസ്പെക്ടർ ഓഫ് ആണെങ്കിൽ ഇൻസ്പെക്ടർ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയ കാണാൻ പറ്റും. ആ ക്രോപ്പിങ്ങിൽ നേരെ ഇവിടെ ഒരു ഡയമണ്ട് ഐക്കൺ ഉണ്ട്, അത് കീ ഫ്രെയിമാണ്. ആ കീ ഫ്രെയിമിൽ ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ 4 ടൈപ്പ് ക്രോപ്പിങ്ങിലും അതുപോലെ ലാസ്റ്റ് വരുന്ന ഈ സോഫ്റ്റ്നെസ്സിലും കീ ഫ്രെയിം അപ്ലൈ ആവും, റെഡ് കളറാവും. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, മുന്നോട്ടേക്ക് നീക്കൊണ്ടായി നമുക്ക് എവിടെ വരെയാണോ വേണ്ടത് അവിടെ എവിടെ എത്തുമ്പോഴേക്കാണ് ഈ ലൈൻസ് കംപ്ലീറ്റ് ആവേണ്ടത് ആ ഒരു ഏരിയയിൽ കൊണ്ടുവയ്ക്കുക. ഇവിടെ എത്തുമ്പോഴേക്ക് എനിക്ക് ഈ ലൈൻ ഇങ്ങനെ പാസ് ചെയ്ത് ഇപ്പോഴെത്തണം. ഓക്കെ, ആ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവച്ച ശേഷം ഈ ലെഫ്റ്റ് ക്രോപ്പ് കണ്ടോ, അത് ഒന്ന് മേലോട്ടേക്ക് വലിച്ചിട്ട് ഫുള്ളാക്കി ഇടുക. ഓക്കെ, അപ്പോൾ ഇപ്പോഴും വരെ ക്രോപ്പ് ആയിട്ടുണ്ടാകും. ഇനി ഈ വീഡിയോ ഒന്ന് ഞാൻ പ്ലേ ചെയ്യാൻ പോവാണ്, നോക്കിക്കോ. കണ്ടാ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റാണ്. പക്ഷേ നമുക്കിത് പെട്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളൊരു ഐഡിയ കിട്ടാത്തവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക, മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.